നടൻ വിജയുടെ ചെന്നൈയിലെ വീട്ടിൽ ആഘോഷം. അവിടെ ഒരു അതിഥി കൂടി എത്തിയിട്ടുണ്ട്. നമ്മുടെ നടി തൃഷ വിജയുടെ വസതിയിൽ എത്തിയിട്ടുണ്ട്. തൃഷയുടെ പിറന്നാളാണ്. തൃഷയുടെ പിറന്നാൾ. വിജയുടെ വീട്ടിൽ തൃഷ എത്തുന്നു. വളരെ സന്തോഷകരമായ നിമിഷങ്ങൾ. ആനന്ദതുന്ദലിതമായ TVK അണികൾ. ആനന്ദതുന്ദലിതമായ TVK അണികൾ. വളരെ സന്തോഷമുള്ള നിമിഷങ്ങൾ. വിജയും തൃഷയും എല്ലാവരും ഹാപ്പി. ഇരിങ്ങാലക്കുട 14ാം റൗണ്ട് പൂർത്തിയാകുമ്പോൾ തോമസ് ഉണ്ണിയാടൻ ഒരൊറ്റ ഘട്ടത്തിലും ഇരിങ്ങാലക്കുടയിൽ ബിന്ദു തോറ്റു. കൊല്ലത്ത് ബിന്ദു. തമിഴ്നാട് TVക്ക് ഒറ്റയ്ക്ക് ഭരിക്കാൻ പോകട്ടെ. 111 1536 വോട്ടുകളുടെ ലീഡുമായി CP ജോൺ തിരിച്ചെത്തുകയാണ്. ആരെയാണ് തോൽപ്പിക്കുന്നത്? കരമന ജയനെ പിന്നിലാക്കിക്കൊണ്ടാണ് CP ജോണിന്റെ വരവ്. കരമന ജയനെ പിന്നിലാക്കി CP ജോൺ തിരിച്ചുപിടിക്കുന്നു. ഇപ്പോൾ കേസിക്കായി ദില്ലിയിൽ ബോർഡുകൾ. നയിച്ചവർ നായകർ എന്ന് കേരള ഹൗസിന് മുന്നിൽ ഫ്ലെക്സ്. നയിച്ചവർ നായകൻ എന്ന് കേരള ഹൗസിന് മുന്നിൽ ഫ്ലെക്സ്. ഇപ്പോൾ തിരുവനന്തപുരം എണ്ണാനുള്ളത് 7 റൗണ്ടാണ്. നിർണായകമാണ്. 7 റൗണ്ടും നിർണായകമാണ്. മന്ത്രിയാണ് CP ജോൺ. കമോൺ CP ജോൺ. രണ്ട് പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ. ഒന്ന് നേമവും മറ്റൊന്ന് ചാത്തന്നൂരും. രാജീവ് ചന്ദ്രശേഖർ നേമത്ത് വിജയം ഉറപ്പിക്കുകയാണ്. കാരണം നോക്കൂ, ഇപ്പോൾ 5945 വോട്ടിന്റെ ലീഡുണ്ട്. എത്ര റൗണ്ടായി? 18 റൗണ്ട്. 9 റൗണ്ട് ബാക്കിയുണ്ട്. പക്ഷെ 9 റൗണ്ടിൽ എന്ത് സംഭവിക്കാം എന്നുള്ളതാണ്. പക്ഷേ എങ്കിലും വളരെ UDF നോക്കൂ. ആ നമ്പർ 2413 വോട്ടിൽ ലീഡ്. 8ാം റൗണ്ടിൽ LDFന്റെ ശക്തി കേന്ദ്രമായ ചെറുവത്തൂരിൽ പോലും സന്ദീപ് വാര്യർ UDFന്റെ ശക്തമായ മുന്നേറ്റം. 3254 വോട്ടുകൾക്ക് സന്ദീപ് വാര്യർ ചെറുവത്തൂരിലടക്കം ലീഡ് നേടി. ഇതാ തൃക്കരിപ്പൂരിൽ ലീഡ് ചെയ്യുന്നു എന്നുള്ള വാർത്ത. ഉടുമ്പൻചോലയിൽ UDF സ്ഥാനാർത്ഥി സേനാപതി വേണു വിജയിച്ചു. 10,478 ഭൂരിപക്ഷമാണ് അബ്ദുൽ ഗഫൂർ നേടുന്നത്. തൃക്കരിപ്പൂരിൽ UDFന്റെ കോട്ടയിൽ VPP മുസ്തഫയെ പിന്നിലാക്കി 3000-ലധികം വോട്ടിന്റെ ലീഡാണ് ഇപ്പോൾ തൃക്കരിപ്പൂരിൽ നേടുന്നത് സന്ദീപ് വാര്യർ. അതും ചെറുവത്തൂരിലടക്കം LDFന്റെ കോട്ടയിലടക്കം ചെറുവത്തൂരിലടക്കം സന്ദീപ് വാര്യർ അട്ടിമറി. മലപ്പുറം ജില്ലയിലെ ലീഡ് നോക്കൂ. കൊണ്ടോട്ടിയിൽ 22,983, ഏറനാട്ടിൽ 31,503, നിലമ്പൂരിലാണെങ്കിൽ 47,789. കൗതുകമുള്ള ഒരു സംഖ്യ പെരിന്തൽമണ്ണയിലാണ്. 24,614. എത്രയായിരുന്നു? 38. അബിൻ വർക്കിയുടെ 14,163. അബിൻ വർക്കി പറഞ്ഞിരുന്ന നേരത്തെ 10,000-ന്റെ ഭൂരിപക്ഷം അതും കടക്കാൻ സാധ്യത കടക്കുന്നു. കല്യാശ്ശേരി നോക്കൂ. കഴിഞ്ഞ തവണ വിജിൻ 44,000 വോട്ടിന് വിജയിച്ച കല്യാശ്ശേരി മണ്ഡലത്തിൽ ഇക്കുറി കല്യാശ്ശേരിയിൽ വിജിൻ വിജയിക്കുന്നത് 18,433 വോട്ടുകൾക്കാണ്. എന്ന് പറഞ്ഞാൽ നേർ പകുതി. എന്താണ് ഇടത് കോട്ടയിൽ സംഭവിച്ചത് എന്നുള്ളതിന് ഏറ്റവും നല്ല ക്ലാസിക് ആയിട്ടുള്ള എക്സാമ്പിൾ ആണ്. കല്യാശ്ശേരിയിൽ 40,000 ഉണ്ടായിരുന്നത് 44,000 ഉണ്ടായിരുന്നത് 18,000 നോക്കൂ. ചാത്തന്നൂരിൽ BJPയുടെ ലീഡ് 7 വോട്ടിന്റെ ലീഡ്. അവിടെ CPI ജയലാൽ, കമോൺ ജയലാൽ. അവിടെ ചാത്തന്നൂരിൽ BJPക്ക് 7 വോട്ടിന്റെ ലീഡ്. 10 റൗണ്ട് പൂർത്തിയാകുമ്പോഴാണ്. 10 റൗണ്ട് പൂർത്തിയാകും. പക്ഷേ തിരിച്ചു പിടിക്കാൻ സാധ്യതയുണ്ട്. CPയുടെ ശക്തി കേന്ദ്രങ്ങളുണ്ട്, ഇടതിന്റെ കേന്ദ്രങ്ങളുണ്ട്. നമ്മൾ പറഞ്ഞതുപോലെ സൈലന്റ് കില്ലറാണ് ചാത്തന്നൂരിലെ BJP നേതാവ് എന്ന് പറയുന്നത്. ഇരിങ്ങാലക്കുടയിൽ 15 റൗണ്ട് പൂർത്തിയാകുമ്പോൾ 8,893 വോട്ടിൽ ലീഡ്. 210 വോട്ടുകൾ. അവിടെ ഇനി തിരിച്ചു വരില്ല സാധ്യമാണ്. പക്ഷെ അതൊരു വലിയ ചെറിയ ലീഡല്ല. ഇനി എണ്ണാനുള്ളത് 2-3 റൗണ്ടുകൾ മാത്രമായിരിക്കും. ഈ ട്രെൻഡ് വെച്ച് നോക്കിയാൽ കടന്നുകൂടും. മുഴുവൻ റൗണ്ടും പിന്നിട്ടു. UR പ്രദീപിന് 29,386 വോട്ട്. അതായത് ഉപതെരഞ്ഞെടുപ്പിൽ നേടിയതിന്റെ ഇരട്ടിയിലധികം വോട്ടാണ് ചേലക്കരയിൽ പ്രദീപ് നേടുന്നത്. ഇരിങ്ങാലക്കുടയിൽ തോമസ് 8,893 വോട്ടിന്റെ ലീഡ്. UR പ്രദീപ് ചേലക്കരയിൽ 30,000-ലടുത്ത വോട്ട്. ചേലക്കരയിൽ LDFന് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഭൂരിപക്ഷമാണ് കേട്ടോ. അല്ല, അത് ചേലക്കരയിൽ കിട്ടിയിരിക്കുന്നത് നേരത്തെ കിട്ടിയിരുന്നല്ലോ. രാധാകൃഷ്ണൻ കിട്ടിയിരുന്നു. പക്ഷെ പ്രദീപിന് കിട്ടിയ ഏറ്റവും വലിയ ഭൂരിപക്ഷം അതല്ല ഇത്തവണത്തെ കാര്യം പറഞ്ഞത്. ഇത്തവണ നമുക്ക് ടോട്ടൽ നോക്കുമ്പോൾ രാജേന്ദ്രനാണ് ചാത്തന്നൂരിൽ സ്ഥാനാർത്ഥി. CP ജോൺ മുന്നേറുകയാണ്. പാലയിൽ ഷോൺ 28,382 വോട്ട് ഇതുവരെ പിടിച്ചിട്ടുണ്ട്. 28,000. ഓക്കെ. ഇപ്പോൾ ചാത്തന്നൂരിൽ CPI
ചാത്തന്നൂരിൽ ജയലാലല്ല രാജേന്ദ്രനാണ് LDF സ്ഥാനാർത്ഥി തിരുത്തിയിട്ടുള്ളത്. പെട്ടെന്ന് പയ്യന്നൂരിൽ വി കുഞ്ഞികൃഷ്ണൻ ജയിച്ചിരിക്കുന്നു. 6969 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വി കുഞ്ഞികൃഷ്ണൻ ജയിച്ചിരിക്കുന്നു. 69. അതെ, ഫാൻസി നമ്പറിൽ ജയിച്ചിരിക്കുന്നു. നേതൃത്വത്തെ അണികൾ തിരുത്തുമെന്ന തന്റെ പുസ്തകത്തിലെ തലക്കെട്ട് അക്ഷരം പ്രതി അത് നടപ്പാവുകയാണ്. നേതൃത്വത്തെ തിരുത്തിക്കൊണ്ടത് വി കുഞ്ഞികൃഷ്ണ വിജയം. ഒരു അസാധ്യമായ വിജയമാണ് എന്ന നിലയ്ക്ക് വി കുഞ്ഞികൃഷ്ണനെ കാണേണ്ടതുണ്ട്. പയ്യന്നൂരിൽ പാർട്ടി കോട്ട അട്ടിയട്ടക്കം പിളർത്തിക്കൊണ്ട് വി കുഞ്ഞികൃഷ്ണന്റെ ജയം. 69 6969 വോട്ടുകൾക്ക് വി കുഞ്ഞികൃഷ്ണന്റെ ജയം പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. രക്തസാക്ഷി ഫണ്ടിനുള്ള നൽകേണ്ടി വന്ന വില, രക്തസാക്ഷി ഫണ്ട് ഏതു തരത്തിൽ ഉപയോഗിച്ചു എന്നുള്ള ചോദ്യം ഉയർത്തിയതാണ്. പാർട്ടി ആവശ്യപ്പെട്ട കണക്ക്, പാർട്ടി പരിശോധിക്കാൻ പറഞ്ഞ കണക്ക് പരിശോധിച്ച കണക്ക് കൊടുത്തപ്പോൾ അതിൽ ക്രമക്കേടുണ്ടെന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞികൃഷ്ണൻ ഒറ്റപ്പെടുകയായിരുന്നു. ഉടനെ കുഞ്ഞികൃഷ്ണൻ പുറത്തേക്ക് ഇറങ്ങുന്നു, ജനത്തോട് തിരിച്ചു പറയുന്നു. അത് പറയുമ്പോൾ കള്ളനാകുന്നു, കള്ളന് കണക്ക് കൊടുക്കേണ്ട എന്ന് പറയുമ്പോൾ അതാ ജനത്തിന് കണക്ക് കൊടുക്കേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളതാണ് കുഞ്ഞികൃഷ്ണന്റെ മധുര പ്രതികാരമാണ് അവിടെ നടന്നിരിക്കുന്നത്.